ഞാനൊരു സ്കൂളിൽ പോയി പ്രസംഗിച്ചപ്പോൾ CMS സ്കൂൾ അരപ്പറ്റയാണ്. അടുത്ത ആളുകളുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ അവിചാരിതമായി അവിടെ പ്രസംഗിച്ചപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മനുഷ്യന്മാരെ കാണണമെന്നുണ്ടെങ്കിൽ റോട്ടിലിറങ്ങി നോക്കരുത്. നിങ്ങൾക്ക് യഥാർത്ഥ മനുഷ്യരെ കാണണമെങ്കിൽ നിങ്ങൾ വെങ്ങപ്പള്ളിയിലെ പീസ് വില്ലേജിലൊന്ന് പോകണം എന്ന് പറഞ്ഞ് ഞാൻ ഒരു പ്രസംഗമധ്യേ പറഞ്ഞു പോയതാണ്. പിന്നീട് എനിക്ക് എൻ്റെ സുഹൃത്തു കൂടിയായ അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ശ്രീ യഹിയ ഖാൻ എനിക്കൊരു വോയിസ് മെസ്സേജ് ഫോർവേഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പം ഞാൻ ആ വോയിസ് മെസ്സേജ് പുള്ളിയുടേതല്ല. അപ്പോൾ അത് കേട്ടപ്പോൾ ആ കുട്ടികൾ, എൻ്റെ നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ്, അദ്ദേഹത്തിനൊരു മെസ്സേജ് അയച്ചു. പ്രസിഡൻറ്റ് പറഞ്ഞത് കേട്ട് ഞങ്ങൾ പീസ് വില്ലേജിൽ പോയി. അച്ഛൻ എന്താണ്, അമ്മ എന്താണ് എന്നും അവരെങ്ങനെ സ്നേഹിക്കണമെന്നും പഠിക്കാൻ പറ്റി. ഒരു നന്ദി പറയണമെന്ന് പറഞ്ഞിട്ട്. അപ്പം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല വോയിസ് മെസ്സേജുകളിൽ ഒന്ന് അതാണ്. ഇത് പറയാനുള്ള കാര്യം നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പീസ് വില്ലേജ് ഇങ്ങനെ ഇവിടെ ഉള്ളത് അനുഗ്രഹമാണോ എന്ന് ചോദിച്ചാൽ അനുഗ്രഹമാണ്. ഇവിടെ വരുന്ന ചില മുഖങ്ങളെ കാണുമ്പോൾ നമുക്ക് നിരാശരുമാവും, പ്രയാസങ്ങളുണ്ടാവും. പക്ഷേ ആ പ്രയാസങ്ങളും നിരാശയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നത് അവരെ കെയർ ചെയ്യുന്നത് കാണുമ്പോഴാണ്. ആ കെയർ ഒരു ചെറിയ കാര്യമല്ല. അത് എത്ര പണം കൊടുത്താലും എന്തൊക്കെ കൊടുത്താലും ആ കെയർ കിട്ടണമെന്നില്ല. അത് പക്ഷേ ഇവിടെ വളരെ സന്തോഷത്തോടു കൂടി ഒരുപറ്റ ആളുകൾ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് പീസ് വില്ലേജിൻ്റെ പ്രത്യേകത. ഞാൻ നിങ്ങളോട് നന്ദി പറയാൻ അത്രമേൽ വലിയ ആളല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളോടും നന്ദി പറയുന്നില്ല. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നു, ഈ ലോകം നിങ്ങളെ ഓർക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ കരുതി വയ്ക്കുക. ഈ ലോകം നിങ്ങളോടൊപ്പം കൂടി സഞ്ചരിക്കുന്നുണ്ട്. അത് വേദികളിൽ പറയാൻ പറ്റാത്ത ആളുകളും നേരിട്ട് വലിയ മൈക്കിന് മുമ്പിൽ പറയാത്ത ആളുകളുടെയൊക്കെ ഹൃദയത്തിൻ്റെ ഇടത്തിൽ ഈ പീസ് വില്ലേജും ഇവിടുത്തെ കുറേ മനുഷ്യരും ഉണ്ട് എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിൻ്റെ വിജയം. അത് തുടരട്ടെ, ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും.